ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ അവതാരികയായി വരുന്ന 11-12 അധ്യായങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ പുസ്തകത്തിലെ നിർണായകമായ കഥാഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന 1-ാം അധ്യായം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗത്ത് അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവ് നടത്തിയ ഒരു മഹാവിരുന്നിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ വിരുന്നിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തൻ്റെ പ്രൗഢിയും ആഡംബരവും യശസ്സുമൊക്കെ തൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അഹസ്വേരൂസ് രാജാവിൻ്റെ ഒരു താല്പര്യമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിനോട് ചേർത്താണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങളിൽ വഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ രാജാവ് നടത്തുന്ന ഒരു രാജകൽപ്പനയാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. എസ്തേറിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. 1-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർബോണ, ബിക്ത, അബാക്ത, സേതാർ, കാർക്കാസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. അഹസ്വേരൂസ് രാജാവിൻ്റെ രാജ്ഞി വാഷ്തി അല്ല, പകരം തൻ്റെടിയും അന്ധവിശ്വാസിയുമായിരുന്ന അമേസ്തിസ് ആയിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാർ ഉണ്ട്. ഏതായാലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവളുടെ പേര് വാഷ്തി എന്ന് തന്നെ നൽകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ തുടരാം. എന്ത് കാരണം കൊണ്ടാണ് അഹസ്വേരൂസ് രാജാവ് വാഷ്തി രാജ്ഞിയെ തൻ്റെ വിരുന്നുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കൽപ്പന കൊടുത്തത് എന്ന് വ്യക്തമല്ല. രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ കൽപ്പിക്കുന്നു എന്നതിൽ നിന്നും രാജാവിൻ്റെ പ്രഭാവം കാണിക്കുക എന്നതാകാം ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവിൻ്റെ സ്വത്തുവകകളോടൊപ്പം തന്നെ രാജാവിൻ്റെ ഭാര്യയും പ്രദർശന വസ്തുവായി ഇവിടെ പരിഗണിക്കപ്പെടുകയാണ്. അതായത് രാജാവിന് സ്വന്തമായതെല്ലാം, അത് സ്വത്തുവകകളായിക്കൊള്ളട്ടെ, ഉദ്യാനമായിക്കൊള്ളട്ടെ, സിംഹാസനമായിക്കൊള്ളട്ടെ, കൊട്ടാരമായിക്കൊള്ളട്ടെ,
അതുപോലെ തന്നെ രാജ്ഞിയായിക്കൊള്ളട്ടെ. അഹസ്വേരൂസ് രാജാവിന് സ്വന്തമായുള്ളതെല്ലാം സുന്ദരവും മഹത്തരവും അമൂല്യവുമാണ് എന്ന് ജനങ്ങളുടെ മധ്യേ കാണിക്കാനുള്ള ഒരു ശ്രമമാകാം ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഒരു രാജകൽപ്പനയോട് വാഷ്തി രാജ്ഞി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. 12-13 തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് അത് വായിക്കാം. രാജകൽപ്പന നിരസിക്കുന്ന വാഷ്തി രാജ്ഞി. 1-ാം അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. വാഷ്തി എന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജ്ഞി അഹസ്വേരൂസ് എന്ന മഹാനായ രാജാവിൻ്റെ ഭാര്യ. അവൾ ഒരു പ്രദർശന വസ്തുവായി ജനങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും മുൻപിൽ വരുന്നതിൽ താൽപര്യമായിരുന്നില്ല. സധൈര്യം അവൾ അക്കാര്യം പറയുന്നു. രാജകൽപ്പന അനുസരിച്ച് ഒരു പ്രദർശന വസ്തുവായി മറ്റുള്ളവരുടെ മുമ്പിൽ വരുന്നതിന് സാധ്യമല്ല എന്ന് അവൾ പറയുകയാണ്. എന്ത് കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ രാജാവിനെ ധിക്കരിക്കാൻ മാത്രമുള്ള ഒരു തീരുമാനം രാജ്ഞി എടുത്തത് എന്ന് ഇതിൽ നിന്നും വ്യക്തമല്ല. സ്വാഭാവികമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി തീരുന്നതിൽ അവൾക്ക് വിസമ്മതമുണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും എന്തായിരിക്കാം ഇത്രയും വലിയ തരത്തിൽ രാജകൽപ്പന നിരസിക്കാനുള്ള കാരണം? യഹൂദ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ രാജകൽപ്പനയിൽ നിന്ന് അവൾ മനസ്സിലാക്കുന്നത് വിവസ്ത്രയായി കിരീടം മാത്രം ധരിച്ച് രാജസദസ്സിൽ എത്താൻ കൽപ്പിക്കപ്പെട്ടു എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, രാജ കിരീടം ധരിച്ച് സദസ്സിലേക്ക് എത്താൻ. അപ്പോൾ യഹൂദ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് കിരീടം മാത്രം ധരിച്ച് വിവസ്ത്രയായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരാനായിട്ടാണ് കൽപ്പന എന്ന് രാജ്ഞി ധരിച്ചു. അതുകൊണ്ടാണ് രാജ്ഞി അത് നിഷേധിച്ചത് എന്നാണ്. ഏതായാലും തനിക്ക് ഇപ്രകാരം പ്രദർശന വസ്തുവായി വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജകൽപ്പന വാഷ്തി എന്ന രാജ്ഞി നിരസിച്ചു. രാജകൽപ്പനയുടെ നിരാസം രാജാവിനെ കോപിഷ്ഠനാക്കുന്നു. കോപം ഉള്ളിൽ ആളിക്കത്തി. ഇത്തരം സന്ദർഭങ്ങളിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് രാജാവ് തൻ്റെ ഉപദേശകരോട് പര്യാലോചന നടത്തുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ സാധാരണമായിരുന്ന ഒരു കാര്യമാണ്. അതനുസരിച്ച് ഇതാ ഒരു രാജകൽപ്പന നിരസിക്കപ്പെട്ടിരിക്കുന്നു, ഇതിന്മേൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് രാജാവ് ആലോചന നടത്തുകയാണ്. ആ ആലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് തുടർന്ന് വരുന്ന വചനഭാഗത്തുള്ളത്. 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ആ വചനഭാഗം ഒന്ന് വായിക്കാം. അല്പം ദൈർഘ്യമുള്ള ഭാഗമാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അദ്മാഥ, താർഷീഷ്, മേരസ്, മർസേന, മെമുക്കാൻ
എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ 7 പേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരൂസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു, രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാവുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുമ്പിൽ വരാൻ അഹസ്വേരൂസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഷ്തി ഇനി ഒരിക്കലും അഹസ്വേരൂസ് രാജാവിൻ്റെ മുൻപിൽ വരരുത് എന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദ്യക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞീപദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. രാജാവ് അഹസ്വേരൂസ് രാജാവ് ഒരു ധർമ്മസങ്കടത്തിലാവുകയാണ്. സ്വന്തം ഭാര്യ വാഷ്തി രാജ്ഞി തൻ്റെ കൽപ്പന നിരസിച്ചിരിക്കുന്നു. പേർഷ്യൻ രീതി അനുസരിച്ച് ഈ രാജകൽപ്പനയുടെ നിരാസത്തിനെതിരെ ഒരു യുക്തമായ നടപടിയെടുക്കണം. എന്ത് നടപടിയെടുക്കും? ഇതാണ് ചോദ്യം. രാജാവ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരും ജ്ഞാനികളുമായ 7 പേരോടാണ്. ആ 7 പേരോട് രാജാവ് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാജസന്നിധിയിലെ ഈ 7 പേരുടെ ആലോചനാ സമിതി അവരുടെ പ്രതിനിധിയായ മെമുക്കാൻ്റെ വാക്കുകളിലൂടെ രാജാവിന് ഉപദേശം നൽകുകയാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, രാജകൊട്ടാരത്തിലെ ഈ ആലോചനാ സമിതിയുടെ ഉത്തരവാദിത്വവും പദവിയുമൊക്കെയാണ്. രാജകൊട്ടാരത്തിൽ സ്വാധീനവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നവരായിരുന്നു ഈ ഉപദേശ സമിതി അംഗങ്ങൾ. കർഷേന, ഷെത്താർ, അദ്മാഥ, താർഷീഷ്, മേരസ്, മർസേന, മെമുക്കാൻ, ഈ പേരുകളെല്ലാം പേർഷ്യൻ നാമങ്ങളാണ്. അപ്പോൾ പേർഷ്യക്കാരായ ഒരു 7 പേരുടെ സംഘമായിരുന്നു രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആലോചനാ സമിതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ആലോചനാ സമിതി വാഷ്തി രാജ്ഞിയുടെ രാജശാസന നിരാസത്തെ വ്യാഖ്യാനിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ വായിച്ചു. ഒരു സാമൂഹിക തിന്മയായിട്ടാണ് നിയമപണ്ഡിതന്മാരും പ്രഭുക്കന്മാരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അവർ പറയുകയാണ്, മെമുക്കാൻ പറയുകയാണ്, രാജ്ഞി ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് രാജാവിനോട് മാത്രമല്ല, മറിച്ച് വിശാലമായ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സകല പ്രവിശ്യകളോടും പ്രഭുക്കന്മാരോടും രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടുമാണ്. കാരണം എന്താ? രാജാവിന് സ്വന്തം ഭാര്യയെ
അനുസരിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പേർഷ്യൻ സാമ്രാജ്യത്തിലെ മഹാനായ അഹസ്വേരൂസ് രാജാവിന് സ്വന്തം ഭാര്യയെ അനുസരിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഈ സാമ്രാജ്യത്തിലെ ഒരു ഭാര്യയും ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു ഗതികേടിലേക്ക് പോകും. കാരണം രാജ്ഞിയുടെ ഈ നിഷേധം അന്തഃപുരത്തിനും കൊട്ടാരത്തിനും ഒക്കെ അപ്പുറം മറ്റ് നാടുകൾ വരെ എത്തും. നാട്ടിലുള്ള സകല സ്ത്രീകൾക്കും ഇത് ഉതപ്പിന് കാരണമാകും. അവരും അവരുടെ ഭർത്താക്കന്മാരെ നിഷേധിക്കാനും അവഗണിക്കാനും മറുതലിക്കാനുമൊക്കെ ഇടവരും. അങ്ങനെ വലിയ നിന്ദയും അവജ്ഞയുമൊക്കെ നാടെങ്ങും പടരും. അതുകൊണ്ടാണ് വഷ്തി രാജ്ഞിയുടെ ഈ പ്രവൃത്തി ഒരു സാമൂഹിക തിന്മയായി അവർ വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് ഈ ആലോചനാ സംഘം രാജാവിനെ അറിയിക്കുകയാണ്. മാത്രമല്ല, അവർ മറ്റൊരു കാര്യം കൂടി രാജാവിന് മുമ്പിൽ വയ്ക്കുന്നു. രാജാവിന് ഹിതകരമെങ്കിൽ വഷ്തി ഇനി ഒരിക്കലും അഹസ്വേരൂസ് രാജാവിൻ്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദ്യക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ എന്നാണ് പറയുന്നത്. അതായത് രാജ്ഞി പദത്തിൽ നിന്ന് വഷ്തിയെ നീക്കം ചെയ്യുന്ന രാജകൽപ്പന പുറപ്പെടുവിക്കണം. അസാധുവാക്കുകയോ പിൻവലിക്കപ്പെടുകയോ ചെയ്യാത്ത വിധം ആ രാജകൽപ്പന മുദ്ര വയ്ക്കപ്പെടുകയും ലിഖിത രൂപത്തിലാക്കപ്പെടുകയും വേണം. ഇതിൽ നിന്നും മാറ്റം വരാനാകാത്ത പേർഷ്യൻ നിയമത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, രാജ്ഞി പദത്തിൽ നിന്ന് വഷ്തിയെ നീക്കം ചെയ്തതിന് ശേഷം അവൾക്ക് പകരം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് രാജ്ഞി പദം നൽകണമെന്ന ഉപദേശവും ഈ ഉപദേശക സംഘം, ഈ ആലോചനാ സംഘം നൽകുകയാണ്. അങ്ങനെ അവരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജകൽപ്പന, വഷ്തി രാജ്ഞിയെ രാജ്ഞി പദത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രാജകൽപ്പന എഴുതപ്പെടുകയും മുദ്ര വയ്ക്കപ്പെടുകയും അത് പിന്നീട് സകല പ്രവിശ്യകളിലേക്ക് നൽകപ്പെടുകയും ചെയ്യുകയാണ്. ആ നൽകപ്പെടുന്നതാണ് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് ഇത് എഴുതിയത്. അപ്പോൾ മഹാരാജാവിൻ്റെ കൽപ്പന അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവിൻ്റെ രാജശാസനം രാജ്യം മുഴുവനിലേക്കും ഇതാ നൽകപ്പെടാൻ പോവുകയാണ്. അവയെല്ലാം ശിരസാവഹിച്ചുകൊണ്ട് അതുമായി പോകാനുള്ള പടയാളികൾ തയ്യാറായിരിക്കുന്നു. രാജകൽപ്പന പേർഷ്യൻ സാമ്രാജ്യം മുഴുവനിലേക്കും നൽകപ്പെടുകയാണ്. പേർഷ്യൻ രാജാക്കന്മാർ സാധാരണഗതിയിൽ അവരുടെ രാജശാസനങ്ങളെല്ലാം എഴുതിയിരുന്നത് അറമായ ഭാഷയിലാണ്. എന്നാൽ ഇവിടെ സാമ്രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംസാരിക്കപ്പെട്ടിരുന്ന എലാമിക്, അക്കാഡിയൻ, മറ്റ് പേർഷ്യൻ ഭാഷകൾ, ഇതിലെല്ലാം വഷ്തി രാജ്ഞിയെ സംബന്ധിച്ചുള്ള ഈ രാജശാസനം എഴുതപ്പെട്ടു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം അതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഈ കാര്യം അറിയാത്ത ഒരു കുഞ്ഞും ഇനി ബാക്കിയുണ്ടാകാൻ പാടില്ല. അത്രമാത്രം നൈയാമികമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ രാജശാസനം എഴുതപ്പെടുകയും അത് സാമ്രാജ്യത്തിലെങ്ങും നൽകപ്പെടുകയുമാണ്. നമ്മൾ 1-ാം അധ്യായം വായിച്ചു കഴിഞ്ഞു. ഇതിൽ നമുക്ക് എത്താവുന്ന ചില നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ചില
പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇവിടെ തൻ്റെ ഭാര്യയെ പ്രദർശന വസ്തുവായി ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാനുള്ള അഹസ്വേരൂസ് രാജാവിൻ്റെയും ഒരുപക്ഷേ രാജകൽപ്പന കൃത്യമായി ഗ്രഹിക്കാതെ അത് നിരസിക്കാനുള്ള വഷ്തി രാജ്ഞിയുടെയും രണ്ട് നിലപാടുകളും അനുകരണീയമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നില്ല. സത്യത്തിൽ ഈ രണ്ട് നിലപാടുകളും അനുകരണീയമായ ഒന്നല്ല. അഹസ്വേരൂസ് രാജാവ് തൻ്റെ രാജ്ഞി വഷ്തിയെ വിരുന്നുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായി പരിഗണിച്ചത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളത്. അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ അക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതായി, കാഴ്ചയുടെ സുഖത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി വ്യക്തിത്വം ബലി കൊടുക്കുന്ന രീതിയിലുള്ള പ്രദർശനപരത ഇന്നും സമൂഹത്തിലുണ്ട്. പ്രകടനപരത, പ്രദർശനപരത എന്നിവയിലൂടെ സ്ത്രീത്വത്തെ തന്നെയും മനുഷ്യത്വത്തെ തന്നെയും അവഹേളിക്കുന്നത് നാം ഇന്ന് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നിരന്തരമായി മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ നഗ്നതയും മറ്റും പ്രദർശന വസ്തുക്കളായി മാറുകയാണ്. മറ്റൊരു ചിന്ത ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്, ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവകരത്തെക്കുറിച്ചാണ്. എപ്രകാരമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞീ പദത്തിലേക്ക് യഹൂദ വനിതയായ എസ്തേറിന് അല്ലെങ്കിൽ ഹദാസയ്ക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നത് എന്ന് ഈ അധ്യായം നമുക്ക് വ്യക്തമാക്കുന്നു. അപ്പോൾ ആത്യന്തികമായി ഈ അധ്യായത്തിൻ്റെ ലക്ഷ്യം വാഷ്തി രാജ്ഞിയെക്കുറിച്ചോ അഹസ്വേരൂസ് രാജാവിനെക്കുറിച്ചോ അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളെക്കുറിച്ചോ പറയുക എന്നതിനപ്പുറം എപ്രകാരമാണ് ബെഞ്ചമിൻ വംശജയായിരുന്ന, അനാഥയായിരുന്ന, ദത്തുപുത്രിയായിരുന്ന ഹദാസെ പേർഷ്യൻ സാമ്രാജ്യത്തിലെ അഹസ്വേരൂസ് രാജാവിൻ്റെ രാജ്ഞീപദത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യത്തിൽ ഈ ഒന്നാം അധ്യായം എന്നത്. അടുത്തതായി നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യഹൂദ വനിത എസ്തേർ പേർഷ്യൻ രാജ്ഞി പദത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ ഘടന ഒന്ന് വിശദീകരിക്കാം. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ പുതിയ രാജ്ഞിയെ, വഷ്തി രാജ്ഞിയെ പുറത്താക്കിയതിന് ശേഷം പുതിയ രാജ്ഞിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള 5, 6, 7 തിരുവചനങ്ങളിൽ മൊർദെക്കായും എസ്തേറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ എസ്തേർ രാജകൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ എസ്തേർ രാജ്ഞിയായി വാഴിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ രാജാവിനെ വധിക്കാനുള്ള ഒരു ഗൂഢാലോചനയെക്കുറിച്ച് ഉള്ള പരാമർശങ്ങളുമുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ പുതിയ രാജ്ഞിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. നമുക്ക് അവതരണ ഭാഗം ഒന്ന് വായിക്കാം. കോപം ശമിച്ചപ്പോൾ അഹസ്വേരൂസ് രാജാവ് വഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തഃപുരത്തിൽ
സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ, അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും നൽകട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു, അവൻ അങ്ങനെ ചെയ്തു. ഒരു വലിയ സൗന്ദര്യ മത്സരം നടക്കുന്നതിനെക്കുറിച്ചാണ്. ബ്യൂട്ടി ക്വീൻ കോൺടെസ്റ്റ് സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, രാജാവിന് ഉത്തമയായ, സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ കന്യകയായ ഒരു രാജ്ഞിയെ കണ്ടെത്തണം. അതിനുവേണ്ടി രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് സുന്ദരിമാർ തിരഞ്ഞെടുക്കപ്പെടും. അവർ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ഡനായിരുന്ന, അന്തഃപുരത്തിൻ്റെ ചാർജുണ്ടായിരുന്ന ഹെഗായിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടും. കുറേ കാലത്തേക്ക് അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും മറ്റും അവിടെ നൽകപ്പെടും. അതിനുശേഷം അവരുടെ ഇടയിൽ നിന്ന് രാജാവിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അവൾ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെടും. ഈ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനവും കൂടുതൽ വിസ്തീർണങ്ങളും അടുത്ത ക്ലാസ്സിൽ നൽകാം.